കുഴൽപ്പണ ഇടപാട് നടന്നതിനെ കുറിച്ചുള്ള പോലീസ് അന്വേഷണം നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇഡിക്ക് കൈമാറിയിട്ടില്ല. എന്ത് കേസോ? ഇഡി അന്വേഷിച്ചിട്ടില്ലല്ലോ കൊടകര. കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇഡിക്ക് കൈമാറി ഇഡി അന്വേഷിക്കുന്ന കേസിനെ കുറിച്ച് ആദ്യം പറയാം. വിഷയം മാറ്റല്ലേ. നിലവിൽ PMLA ആക്ട് പ്രകാരം ഇത് കുഴൽപ്പണമാണെന്നും ആ കുഴൽപ്പണത്തിന്റെ ഇനി അന്വേഷണം നടത്തേണ്ടത് ഇഡി ആണെന്നുമാണ് നിലവിൽ പോലീസ് കൊടുത്തിരിക്കുന്നത്. 2021 അതിനുശേഷം പിന്നീട് അതിൽ അനക്കമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാം അല്ല, ഇപ്പോഴാം സെൽഫ് കോൾ അടിക്കാനായിട്ട് ഞാനും എന്റെ വീട്ടുകാരും ഒന്നല്ലോ കൊടകരെ കുഴൽപ്പണം കൊണ്ടുവന്നത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ ഒരു ഘട്ടം കഴിയുമ്പോ സുജയ അങ്ങനെ പറയും. അങ്ങനെയല്ല, ഇഡി അന്വേഷണം നടന്നില്ലല്ലോ, ഇഡി ഇറങ്ങിയിട്ടില്ലല്ലോ. അല്ല, നിങ്ങളുടെ പ്രശ്നം ചോദ്യമാണ് ചോദിച്ചത്. അല്ല, താങ്കളുടെ ചാൻസ് എനിക്ക് വേണ്ട. എന്റെ ചാൻസ് എനിക്ക് ധാരാളമാണ്. എന്റെ ചാൻസ് എടുത്താണല്ലോ താങ്കൾ പലപ്പോഴും കേറി അതിനകത്ത് കഴിഞ്ഞോ? അല്ല, നിങ്ങൾ ചിരി കഴിയട്ടെ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. നടക്കുന്നില്ലല്ലോ എന്ന സത്യസന്ധമായ വെളിപ്പെടുത്തലിൽ ഞാൻ സന്തോഷിച്ചത്. ഞാൻ സത്യസന്ധമായ പറയാറുള്ളൂ. ഇവിടെ പലതും മറച്ചു വെച്ചും CPM-നെ സംരക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ആരാണെന്നൊക്കെ നാട്ടുകാർ കണ്ടു കഴിഞ്ഞതാണ്. CPM-ന്റെ MK കണ്ണനെ പറഞ്ഞാലുടനെ വിറളി പൂണ്ട് വെപ്രാളം പിടിച്ച് എന്നെ നേരെ കൈ ചൂണ്ടിയത് ആരാണെന്ന് ഇന്നലെ കണ്ടതാണ്. പറയാൻ കാര്യം തരാം. കണ്ണൂരിലേക്ക് ഇഡി വരുമെന്ന് പറഞ്ഞു, പക്ഷെ അപ്പോഴും കൊടകര പറഞ്ഞില്ല. ആണോ? എന്താ ഉറക്കം വരുന്നു. വേറെ റൂട്ട് ഉണ്ടായിരിക്കും. അടിപൊളി. കൊടകര ഭാഗത്ത് പോവാതെ കണ്ണൂരേക്ക് പോകുന്നത്. അതെ, അല്ല, ഇവരുടെ ഇദ്ദേഹത്തിന്റെ ആവേശം അല്ല, ഇദ്ദേഹത്തിന്റെ ആവേശം തീരട്ടെ എന്ന് വെച്ചാൽ സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കും കള്ളപ്പണ തട്ടിപ്പിനുമെതിരെയുള്ള പദയാത്ര സ്ഥിരീകരിച്ച് പറയാം. അതെ അതെ, കൊടകര പോവാത്ത യാത്ര. അതെ, സാറിന് പറയാൻ ആകെ ഈ കൊടകരയല്ലേ ഉള്ളൂ. അതുപോലും മനുഷ്യത്വത്തോടെ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിലും വന്നിരുന്നു ആമുഖമായി തന്നെ കൊടകര കൊടകര എന്ന് നിലവിളിക്കുന്ന നിങ്ങളോട് സത്യം പറഞ്ഞ സഹതാപമാണ്. എന്തൊരു മനുഷ്യരാണ് നിങ്ങളൊക്കെ.